ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. ഈ വിവാഹം നടക്കില്ല. എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ നീ ഇവിടെ വന്ന ഉദ്ദേശം നടക്കാത്തതുകൊണ്ടോ? ബോബി എനിക്കിഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. ഒരുപക്ഷെ പണ്ടത്തെക്കാൾ കൂടുതൽ. അന്ന് എന്റെ കുടുംബത്തിൽ നടന്ന ദുരന്തം ബോബിയെ അറിയിക്കാനാണ് ഞാൻ റൂമിൽ വന്നത്. അപ്പോഴാണ് അറിഞ്ഞത് അതിന് കാരണക്കാരനായ മനുഷ്യൻ ബോബി ആരാധിക്കുന്ന ബോബിയുടെ സഹോദരനാണ് എന്ന്. തളർന്നു പോയി ഞാൻ. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് പോന്നത്. പിന്നീട് എന്റെ സഹോദരി മരിച്ചപ്പോ ഈ കുഞ്ഞൊരിക്കലും ബേബിച്ചായനൊരു ഉപദ്രവമാവരുതെന്ന് അവൾ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അത് ഞാൻ പാലിക്കുമായിരുന്നു. പക്ഷെ ഇനി എന്നെ കൊണ്ട് അതിന് കഴിയില്ല. കാരണം? ചോദിക്കരുത്, അത് ഞാൻ പറയില്ല. എന്തുകൊണ്ട്? ഞാൻ കാരണം ഇനി ആരും കൂടുതൽ വിഷമിക്കരുത്. ബേബിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നിരുന്നെങ്കിൽ ഒരു തെളിവ് എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പഴയൊരു ബന്ധത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ട് ബോബിയെ ഞാൻ ഇത്രയും വേദനിപ്പിച്ചത്. പക്ഷെ മറ്റൊരാളുടെ കുഞ്ഞിന്റെ അച്ഛനായി സ്വന്തം ജീവിതം നശിപ്പിക്കാൻ ബോബിയെ ഞാൻ അനുവദിക്കില്ല. ഞങ്ങൾ പൊയ്ക്കോളാം, ആരെയും നോവിക്കാതെ. ഒരിക്കൽ നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ചാ പോയത്. സമയമെടുത്തൊരുപാട് അത് മറക്കാൻ.